എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 80 ശ്ലോകം 32 മുതൽ 38 വരെ 7 ശ്ലോകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ ഗുരുകുലത്തില് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കണുണ്ടോ? എന്തൊക്കെയാ, എന്തായിരുന്നു അന്നത്തെ നമ്മള് എത്ര സുഖമായിട്ട് നമ്മളവിടെ കഴിഞ്ഞതല്ലേ സുധാമാവ് എന്നൊക്കെ ചോദിക്കുകയാണ് സുധാമാവിനോട്. ഒന്നും മിണ്ടാതെ ഭഗവാൻ പറയണത് ഇങ്ങനെ കേട്ടിരിക്കണം സുധാമാവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32. സവൈ സൽക്കർമ്മണാം സാക്ഷാൽ ദ്വിജാതേരിഹ സംഭവ ആദ്യോംഗ യത്രാശ്രമിണാം യഥാഹം ജ്ഞാനദോ ഗുരു. ആത്മജ്ഞാനം നൽകണ ഗുരു തന്നെയാണ് ഏറ്റവും പൂജിക്കപ്പെടേണ്ടത് എന്ന് പറയണു ഭഗവാൻ ഈ ശ്ലോകത്തില്. അപ്പൊ അത് 3 വിധ ഗുരുക്കന്മാരെ പറ്റിയിട്ട് പറയണു. അവരുടെ താരതമ്യത്തെയും സൂചിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തില്. ഭഗവാൻ പറയാണ്, ഹേ പൂജ്യ, ഒരു പുരുഷൻ, ആ പുരുഷന് ആരാണോ ജന്മം നൽകുന്നത് ആ പിതാവ് അവന്റെ ഒന്നാമത്തെ ഗുരു. അതായത് പിതൃക്കളെയാണ് ആദ്യം പൂജിക്കേണ്ടത്. ആദ്യ ഗുരുക്കള് പിതൃക്കന്മാര് തന്നെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാതാപിതാക്കളെ ആദ്യത്തെ ഗുരുവായിട്ട് പൂജിക്കണം, കണക്കാക്കണം. പിന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 ജാതിയിൽ ജനിച്ചവര്, അവർക്ക് ഉപനയനം വേണം. അപ്പൊ അങ്ങനെയുള്ളവരെ ഉചിതമായ ആ കാലത്തിൽ തന്നെ അത് ആ വേണ്ട സമയത്ത് ഉപനയിപ്പിച്ച് വേദാധ്യയനം ചെയ്യിച്ച് അഗ്നിഹോത്രാദി ധർമ്മകർമ്മങ്ങൾ ഉപദേശിക്കുന്ന ആളാണ് രണ്ടാമത്തെ ഗുരു. ഈ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് വേദം അറിയാനും ഈശ്വരനെ ആരാധിക്കാനും ഒക്കെ സംഗതി വരുന്നത്. അതുകൊണ്ട് ഈ ഗുരുവിനെ മാതാപിതാക്കന്മാരെക്കാളും പൂജ്യനായിട്ട് കരുതണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ കൊണ്ട് പരിശുദ്ധമായ അന്ധകരണത്തില് പരമാത്മ സാക്ഷാത്കാരം ഏതൊരു ഗുരുവിന്റെ ഉപദേശത്താൽ അനുഭവമായി വരുന്നുവോ അപ്പോ ആ പുരുഷൻ സർവ സംസാര ക്ലേശങ്ങളിൽ നിന്ന് നിർമുക്തനായി ഭവിക്കുന്നു. അതുകൊണ്ട് ആ ഗുരു സാക്ഷാത്തായ ജ്ഞാനാകുന്നു, അതായത് ഈശ്വരനാകുന്നു. ഈ ആത്മജ്ഞാനം കൊടുക്കുന്ന ആ ഗുരുവിനെയും സർവേശ്വരനായ എന്നെയും ഭിന്നമായിട്ട് കരുതാൻ പാടില്ല, ഒന്നായിട്ട് തന്നെ കരുതണം എന്ന്. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ ഗുരു തന്നെയാണ്, ഈശ്വരനെ പോലെ തന്നെ ആ ഗുരുവിനെയും പൂജിക്കണം. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്ര വിസ്തരിച്ച് പറയണത് അല്ലെ. നന്വർത്ഥകോവിദാ ബ്രഹ്മൻ വർണ്ണാശ്രമവദാമിഹ യേ മയാ ഗുരുണാ വാചാ തരന്ത്യഞ്ചോ ഭവാർണവം. അതുകൊണ്ട് ജ്ഞാനപ്രദനായ ഗുരുരൂപനായ എന്നെ ആശ്രയിച്ചിട്ട് യാതൊരു പുരുഷൻ സംസാര സമുദ്രത്തെ കടക്കുന്നുവോ അവര് തന്നെയാണ് ബുദ്ധിമാന്മാര് എന്നതാ ഭഗവാൻ ഉറപ്പിച്ചു പറയാം. ഹേ ബ്രഹ്മജ്ഞാനിയായുള്ളവനെ, ഹേ ബ്രഹ്മൻ എന്നുള്ള സംബോധന, ഗുരുസ്വരൂപനായിരിക്കുന്ന എന്റെ ഉപദേശമാത്രത്താൽ യാതൊരു ക്ലേശവും കൂടാതെ യാതൊരുത്തൻ സംസാര സമുദ്രത്തെ കടക്കുന്നുവോ, മനുഷ്യജന്മം എടുത്തവരിൽ വെച്ചും വർണ്ണാശ്രമ അത്യാചാരങ്ങൾ സ്വീകരിച്ചവരിൽ വെച്ചും അവര് തന്നെയാണ് കാര്യം സാധിച്ചവര്, അവര് തന്നെയാണ് ജീവിത വിജയം നേടിയവരെന്ന് അർത്ഥം. അതുകൊണ്ട് ജ്ഞാനപ്രദനായ ഗുരുവിനേക്കാൾ മീതെ സേവ്യൻ മറ്റാരും ഇല്ല. ജ്ഞാനം ഉപദേശിച്ച് ആത്മസാക്ഷാത്കാരം തരുന്ന ഗുരുവിനേക്കാളും വേറെ ഒരാളില്ല. അത് ഈശ്വര തുല്യം തന്നെയാണ് എന്നത് ഉറപ്പിച്ചു പറയുന്നു. നാഹമിച്ഛാ പ്രജാതിഭ്യാം തപസോപശമേന വാ തുഷ്യേയം സർവഭൂതാത്മാ ഗുരു ശുശ്രൂഷയാ യഥാ. അതുകൊണ്ട് സർവാന്തര്യാമിയായ ഞാൻ ഗുരു ശുശ്രൂഷ കൊണ്ട് ഏതുവിധം സന്തോഷിക്കുമോ ആ വിധം യാഗം കൊണ്ടോ ഉപനയന അനന്തരം അനുഷ്ഠിക്കുന്ന ബ്രഹ്മചാര്യ ധർമ്മം കൊണ്ടോ വാനപ്രസ്ഥ ധർമ്മം കൊണ്ടോ സന്യാസി ധർമ്മം കൊണ്ടോ സന്തോഷിക്കില്ല. ഗുരു ശുശ്രൂഷ കൊണ്ട് തന്നെയാണ് ഞാൻ ഏറ്റവും സന്തോഷിക്കുക എന്ന് പറയുന്നു. ഗുരുവിനെ യഥാർത്ഥമായി ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ തന്നെ നേരിട്ട് ശുശ്രൂഷിക്കുന്നവനായതുകൊണ്ട് അവന്റെ പേരിൽ ഞാൻ സർവോപരി സന്തോഷിക്കും. അതാണ് ഭഗവാൻ പറഞ്ഞതിന്റെ അർത്ഥം.
അവിനസ്മര്യതേ ബ്രഹ്മൻ വൃത്തം നിവസതാം ഗുരോ ഗുരുദ്വാരൈശ്ചോദിതാനാം ഇന്ധനാനയനേ കുചിൽ. പരമജ്ഞാനപ്രദമായ ഗുരുവിന്റെ മഹാത്മ്യത്തെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും വിസ്തരിച്ച് കീർത്തിച്ചു പറഞ്ഞതിന് ശേഷം ഗുരു ശുശ്രൂഷ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്ന തത്വം ലോകത്തിലെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുരുകുലത്തിൽ ഒരുമിച്ച് അനുഭവിച്ച ആ സുഖദുഃഖങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സഖ്യം വെളിപ്പെടുത്താനുമായിട്ട് ഗുരുകുലവാസത്തിൽ സംഭവിച്ച ഒരു വൃത്താന്തം ഓർമ്മപ്പെടുത്താണ്. സുധാമാവേ, ഓർമ്മയില്ലേ നമ്മള് പറയാണ് ഭഗവാൻ, ഹേ ബ്രഹ്മൻ, നമ്മള് ഗുരുകുലത്തിൽ വസിക്കുന്ന കാലത്തെ ഒരു ദിവസം ഗുരുപത്നിയുടെ കൽപ്പന പ്രകാരം വിറക് കൊണ്ടുവരാൻ പോയ സമയത്ത് സംഭവിച്ച ആ സംഗതി അങ്ങ് ഓർക്കണില്ലേ? നിത്യവൃത്തിക്ക് കൂടി വകയില്ലാത്ത ഒരു മഹർഷിയാണ് നമ്മുടെ ഗുരു, അല്ലെ? അപ്പൊ അഖില ക്ലേശ ഹേതുക്കളെയും നിസ്സാരങ്ങളായി തള്ളിക്കളഞ്ഞ് പരമാത്മ സാക്ഷാത്കാരൻ അനുഭവിച്ച് ആനന്ദ സമുദ്രത്തിൽ നിമഗ്നനായിരിക്കുന്ന ആ മുനീശ്വരന് നിത്യവൃത്തിക്ക് വേണ്ടുന്ന വിറക് മുതലായ സാധനങ്ങള് ശിഷ്യന്മാര് ശേഖരിച്ചു കൊടുക്കണം. അവര് പണം കൊടുത്ത് മേടിച്ചു കൊടുക്കാൻ ശക്തരാണ് എങ്കിലും ദേഹകഷ്ടം അനുഭവിച്ച് കാട്ടിൽ ചെന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതിന്റെ ആവശ്യം ഗുരുവിനെ ശരീരം കൊണ്ട് ശുശ്രൂഷിക്കുന്നതായിരിക്കണം ശിഷ്യന്റെ വ്രതം എന്നാണ്. പൈസ കൊടുത്ത് വിറക് മേടിച്ചു കൊണ്ടുവരല്ല വേണ്ടത്, അവര് കഷ്ടപ്പെട്ട് തന്നെ അത് കൊണ്ടു കൊടുക്കണം. അത്രയ്ക്ക് ധനവാനാണെങ്കിലും എനിക്കിപ്പോ വിറകൊന്നും പോയി കൊണ്ടുവരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കലല്ലോ ഭഗവാൻ ചെയ്ത്. അതാ പറയണത്, ഞാൻ ആട്യൻ, ആഭിജാത്യമുള്ളവൻ, അങ്ങനെയുള്ള ഗർവമൊന്നും ഹൃദയത്തില് ഉണ്ടാവാൻ പാടില്ല എന്ന തത്വം അറിഞ്ഞ മാതാപിതാക്കന്മാര് ഗുരുകുലവാസത്തില് ഗുരുവിന്റെ മാത്രല്ല ഗുരുപത്നിയുടെയും കൽപ്പന കേൾക്കണം എന്ന് പ്രത്യേകിച്ച് ആ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാലത്തില് അവരുടെ ആഠ്യത മക്കളെ ധരിപ്പിക്കുകയോ, എത്ര ധനവാന്മാരാണെങ്കിലും ഗുരു അവിടെ കൊണ്ടാക്കിയിട്ട് പറയും, ഗുരുവിനും ഗുരുപത്നിയും പറഞ്ഞതുപോലെ ചെയ്യണം കേട്ടോ എന്ന് പറയും. അതല്ലാതെ അവര് കുട്ടികൾ വിഷമിക്കൂലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാട്ടിൽ പോയി വിറക് കൊണ്ടുവരാൻ പോയെന്ന് പറയുമ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പൈസ തരാം എന്ന് പറയുകയല്ല ചെയ്തതെന്ന്. അങ്ങനെയല്ല അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതെന്ന്. അതാണ് ഭഗവാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ് ഈ ശ്ലോകത്തിൽ അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിരഹങ്കാരികളായി ഗുരുവിനെയും പത്നിയെയും ശുശ്രൂഷ ചെയ്യേണ്ടത് ബ്രഹ്മചാരിയുടെ ഒഴിച്ചുകൂടാത്ത ധർമ്മമാണെന്ന് ഭഗവാൻ തന്റെ പ്രവൃത്തി കൊണ്ട് ലോകത്തെ ധരിപ്പിച്ചിരിക്കുക. എന്നിട്ട് പറയണു, അതിഭയങ്കര ആ മഴയുണ്ടായിരുന്നില്ലേ, നമ്മള് ആ മഴയത്ത് ഒന്നിച്ചൊരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നില്ലേ സുധാമാവേ, അതൊക്കെ ഓർക്കണില്ലേ ചോദിക്കുക. പ്രവിഷ്ടാനാം മഹാരണ്യം അവർത്തോ സുമഹൽ ദ്വിജ വാദവർഷമഭൂൽ തീവ്രം നിഷ്ഠുരാസ്തനയിത്നവ. ഹേ ബ്രാഹ്മണോത്തമ, നമ്മള് കൊടുങ്കാറ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോ ആ വിറക് കെട്ടം പിടിച്ചിട്ട് അതിഭയങ്കരമായ കാറ്റും മഴയും ഇടിയൊക്കെ വന്നില്ലേ? എന്തൊരു ഘോരമായിട്ടുള്ള മഴയായിരുന്നു അല്ലേ? ഓർക്കണില്ലേ? അതൊക്കെ ഓർക്കണില്ലേ സുധാമാവേ? എന്താ ഒന്നും മിണ്ടാത്തെ? സുധാമാവ് അതൊക്കെ ഓർക്കണില്ലേ ചോദിക്കുക. സൂര്യശ്ചാസ്തംഗതസ്താവൽ തമസാജാവൃതാ ദിശ നിമ്നം കൂലം ജലമയം നപ്രാജ്ഞായത കിഞ്ചന. സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചു. അപ്പോഴേക്കും ഇങ്ങോട്ട് ഭയങ്കര ഇരുട്ടായി. ഇരുട്ടുകൊണ്ട് ഒരു ദിക്കൊന്നും മുഴുവനും കൂടി മൂടി ആ കാട്ടിലുള്ള ഉയർച്ചയും താഴ്ചയും കുണ്ടും കുഴിയും ഒന്നും കാണാൻ പറ്റാണ്ട് നമ്മളെ മൂന്നുപേരും നല്ലോണം വിഷമിച്ചില്ലേ സുധാമാവേ? അതൊക്കെ ഓർമ്മയില്ലേ? എല്ലായിടത്തും വെള്ളം കണ്ട് നിറഞ്ഞിട്ട് നമ്മള് പിന്നെ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നില്ലേ? എന്താ സുധാമാവേ ഒന്നും മിണ്ടാത്തെ? ഒക്കെ ഓർമ്മയില്ലേ ചോദിക്കുന്നു. വയം ഭൃശം തത്ര മഹാനിലാംബുഭി നിഹന്യമാനാമുകുരംബു സംപ്ലവേ ദിശോ വിദന്തോധ പരസ്പരം വനേ ഗൃഹീതഹസ്ത പരിഭ്രമാതുരാഹ. നമ്മൾ ആ ഘോരമായിട്ടുള്ള കാറ്റും മഴയും ഏറ്റിട്ട് ഇങ്ങനെ പരവശരായിട്ട് കുത്തിയൊലിക്കുന്ന ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കണ ആ ഘോര വനത്തില് ദിക്കുകളൊക്കെ ഒന്നും അറിയാതെ ദുഃഖിതരായിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കൈകോർത്ത് പിടിച്ച് തലയിലും ഇങ്ങനെ വിറകും കെട്ടും വെച്ച് അങ്ങനെയല്ലേ നമ്മളിരുന്നത് ആ വൻകാട്ടില്? അങ്ങനെ വഴിയൊന്നും അറിയാതെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങിയില്ലേ? രാത്രി അവിടെ മരത്തിന്റെ ചോട്ടിൽ കഴിച്ചു കൂട്ടിയില്ലേ? അതൊക്കെ ഓർക്കുമ്പോഴേ സുധാമാവി ഇപ്പോഴൊരു ആനന്ദമായിട്ടാ തോന്നണത്. അപ്പൊ നമ്മൾ വിഷമിച്ചു വെച്ചാലും ഇപ്പോഴത് നോക്കുമ്പോ എന്തൊരു ആനന്ദം ഭഗവാൻ പറയാ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.